ദൈവത്തിന് നന്ദി. ഞാൻ 10 വർഷമായി വേനപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു, കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ. 10 വർഷമായിട്ട് ശമ്പളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ജൂൺ മാസം തൊട്ട് ശമ്പളം എല്ലാം കിട്ടി. ജൂൺ മാസം എത്ര പേർക്ക് ശമ്പളം ഉണ്ടായിരുന്നില്ല? 23 അധ്യാപകർ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു 23 അധ്യാപകരെ ശമ്പളം കിട്ടി അനുഗ്രഹിക്കുന്നതായി കാണിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ ഇന്ന് ഞാനാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, അലൻ എന്ന് പറയുന്ന കൊച്ചിനെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 6 മാസമായിട്ട് ശമ്പളം എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. പ്രൈസലോ ഇവനെ കഴിഞ്ഞ ജൂൺ മാസം അല്ലേ? കഴിഞ്ഞ ജൂൺ മാസം ഇവിടെ ധ്യാനിക്കാൻ ഏകദിനത്തിന് വന്നു. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അലൻ എന്ന് പേരുള്ളൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തന്നെ ഇവിടുത്തെ പ്രാർത്ഥനകളിലൊക്കെ മൊബൈൽ വെഞ്ചിരിപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്തെന്നറിയോ, ഇവൻ്റെ കൂടെ 23 പേർക്കും കൂടി ഈ ശമ്പളം കിട്ടാത്ത അവസ്ഥയിലുള്ള തന്നെ പോലെയുള്ള, നമ്മൾ എപ്പോഴും അത്ഭുതമാനെ പ്രാർത്ഥിക്കാറില്ലേ, നമ്മെ പോലെ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു 50 ലക്ഷം പേര്, അതുപോലെ ഈ സഹോദരനെ പോലെ വിഷമിക്കുന്ന 23 അധ്യാപകരെ കൂടി ഞാൻ സമർപ്പിക്കുന്നു. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ തന്നെ ഇവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 23 പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഫോണിൽ അത് ഓണാക്കി ഇത് ഉയർത്തിപ്പിടിച്ചു, മനസ്സിലായോ? ഈ അച്ഛൻ ഇത് ഫോൺ വെഞ്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ആ വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് പോയി. പിന്നത്തെ മാസം ജൂലൈ മാസം ഇവൻ്റെ ഈ ആ ഏകദിനത്തിൽ എന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഈ ശമ്പള തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, ശമ്പള തടസ്സമൊക്കെ മാറ്റി തരുന്നുണ്ടെന്ന്. 2 കാര്യങ്ങൾ അല്ലെന്ന് പേര് പറഞ്ഞു, ശമ്പള തടസ്സം മാറ്റി തരുമെന്ന് പറഞ്ഞു. പിന്നെ ജൂലൈ മാസം എല്ലാവരുടെയും ശമ്പള തടസ്സം മാറി, എല്ലാവർക്കും ഒരുമിച്ച് ശമ്പളം കിട്ടി. പിന്നെ ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞു ഇതേപോലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അപ്പം തന്നെ അച്ഛൻ കുരിശ് വരച്ച് പുറത്തിറക്കി വിട്ടപ്പോൾ തന്നെ RDD ഓഫീസിൽ നിന്ന് വിളിച്ചു. ഗസ്റ്റ് സാലറി പാസ്സാവാത്ത കുറച്ച് ടീച്ചേഴ്സിൻ്റെ ഓർഡർ ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് അയച്ചു തന്നു. അവർക്കും കോവിഡ് കാലത്ത് പഠിപ്പിച്ച എൻ്റെ സാലറി റെഡിയായി എന്ന് പറഞ്ഞു. റെഡി ആയിട്ട് തോന്നുന്നു. ഇപ്പം തന്നെ സംഭവിച്ചതാ. അതെ, ഇപ്പം തന്നെ എന്നെ കണ്ടു പുറത്തേക്ക് ഇപ്പോൾ അടുത്തതും ഓർഡർ വന്നതായിട്ട് പറയുന്നത് കേട്ടോ. കോവിഡ് കാലത്ത് സാലറി കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്.